ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണു തന്നെ ഇനി നേരിൽ കാണണം കേട്ടോ. ദേവൻ്റെ ഇങ്ങനെ വായ കൊണ്ട് ദേവൻ പറയാണ് ശാലിനിയോട്, ഞാൻ നിൻ്റെ ഭർത്താവാണെന്ന് കരുതിയിട്ടല്ലേ വിഷ്ണു ഇപ്പോൾ ഈ വിവാഹത്തിനൊക്കെ മുൻകൈ എടുത്തത്. അപ്പോൾ ആ സത്യം ഞാൻ തന്നെ പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ഇങ്ങനെ ദേവൻ പറയുന്നത് വിഷ്ണു ഇങ്ങനെ നേരിട്ട് കേൾക്കണം കേട്ടോ. അതിനെക്കുറിച്ചുള്ള റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശാലിനി വിഷ്ണുവിൻ്റെ അരികിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം വിഷ്ണു ആണെങ്കിലോ ശാലിനിയോ ഒന്ന് നോക്ക് പോലും ചെയ്യില്ല. ശാലിനി വിഷ്ണുവിൻ്റെ മുന്നിൽ പലതും പറഞ്ഞ് കരയും. പക്ഷേ വിഷ്ണു അങ്ങോട്ടേക്ക് നോക്കുകയോ ശാലിനിയോട് ഒരക്ഷരം മിണ്ടുകയോ ഒന്നും ചെയ്യില്ല. വിശ്വസിക്കാനാവാത്ത കണ്ണുകൾ കൊണ്ട് ശാലിനി ഇങ്ങനെ കാർത്തിയുടെ കഴുത്തിൽ കിടക്കുന്ന വിഷ്ണുവേട്ടൻ കെട്ടിയ ആ താലി ഇങ്ങനെ നോക്കൂട്ടോ. അങ്ങനെ ശാലിനിയുടെ നെഞ്ച് പൊടിയാണ്. പിന്നീട് ശാലിനിയോട് സത്യഭാമ ഓരോ ചോദ്യങ്ങൾ കുറിച്ചുള്ള മുമ്പ് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ സത്യമ്മ ഇതൊക്കെ ചോദിക്കുമ്പോൾ ശാലിനിയുടെ ബോധം പോവാണ് കേട്ടോ. തനിക്ക് എല്ലാ ഒരു സമ്മർദ്ദവും തൻ്റെ മനസ്സിലോട്ട് കയറി വരുമ്പോൾ ശാലിനിക്ക് താങ്ങുന്നില്ല. അങ്ങനെ ശാലിനി അങ്ങ് ബോധം കിട്ടി വീഴുകയാണ് കേട്ടോ. ഇതോടുകൂടി തൻ്റെ മുന്നിലോട്ട് വിഷ്ണു വരുമെന്നൊരു പ്രതീക്ഷയാണ് ശാലിനിക്കുണ്ടായത്. പക്ഷേ ശാലിനിയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റാണ് കേട്ടോ. ശാലിനി ആകെ സങ്കടപ്പെടുകയാണ്. ഈശ്വര, എൻ്റെ വിഷ്ണുവേട്ടൻ എന്നെ അരികിലോട്ട് ഒന്ന് വരിക പോലും ചെയ്തില്ലല്ലോ എന്ന ആ തകർച്ച ശാലിനിയുടെ മുന്നിൽ വരിക കേട്ടോ. ഇതേസമയം കണ്ടു നിൽക്കുന്നവർ എല്ലാവർക്കും സങ്കടമാവാണ്. ബോധം കെട്ട് വീണിട്ടും തൻ്റെ മുന്നിലോട്ട് ഒന്ന് ചെല്ലുക ചെയ്യാതെ, ആദ്യം ഒരു ഭാര്യയായിരുന്നല്ലോ, എന്നിട്ട് പോലും ഒന്ന് നോക്കുക പോലും ചെയ്യാതിരുന്ന് തെറ്റായിപ്പോയി എന്ന് എല്ലാവർക്കും ഇങ്ങനെ തോന്നാണ് കേട്ടോ. അങ്ങനെ ശാലിനി ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഇതേ സമയം ഇതിനിടയ്ക്ക് ശാലിനിക്ക് ഒരു അപകടം പറ്റുന്നുണ്ട്. അതിനെക്കുറിച്ച് റിവ്യൂ പറയാവേ. അങ്ങനെ ഈ ശാലിനി പിന്നീട് വീട്ടിലോട്ട് പോവുകയാണ്. എന്നാൽ വിഷ്ണുവിനാണെങ്കിലോ ശാലിനിക്ക് അപകടം പറ്റിയതിന് ശേഷം ശാലിനിക്ക് ഭയങ്കര സങ്കടമാവാണ്. തനിക്ക് താങ്ങാനാവുന്നില്ല. ശാലിനി ഇന്ന് വന്നപ്പോൾ താനൊന്ന് തിരിഞ്ഞു നോക്കാതിരുന്നത് അവൾക്ക് വലിയ വേദന തന്നെ ആയിരിക്കും. കാരണം താൻ അവൾക്ക് എത്രത്തോളം പ്രിയമുള്ളതാണെന്ന് വിഷ്ണുവിനെ അറിയാം. കാരണം പ്രാണനെ പോലെയാണ് അവൾ എന്നെ സ്നേഹിക്കുന്നത് എന്നൊക്കെ വിഷ്ണുവിനെ അറിയാം കേട്ടോ. അപ്പോൾ വിഷ്ണു ശാലിനിയുടെ വായിൽ നിന്ന് സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ വിഷ്ണു അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അങ്ങനെ ഈ സമയം വിഷ്ണുവിനെ ശാലിനിയെ ഒരു നോക്ക് കാണാൻ തോന്നുകയാണ്. അവളുടെ മാനസികാവസ്ഥ ഇപ്പോൾ അവളെന്തായിരിക്കും ഇപ്പോൾ അവിടെ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നുകയാണ്. അങ്ങനെ സത്യാമ്മ അറിയാതെ അർദ്ധരാത്രിയിലാവുമ്പോൾ വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. കാർത്തിയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇനി കാർത്തിയെ പിറ്റേ ദിവസം തന്നെ മധുശ്രീ പൂട്ടുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചും റിവ്യൂ പറയാവേ. അപ്പോൾ ഇത് നാളെ മറ്റന്നൊക്കെ ആയിട്ട് വരാനുള്ളതാണ്. കാർത്തിയെ ഇങ്ങനെ മധുശ്രീ സത്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. പക്ഷേ മധുശ്രീ അതിൽ വെച്ച് കളിക്കുകയുള്ളൂ. അങ്ങനെ കാർത്തിയോട് പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് കുടുംബശ്രീയിലോട്ടാണ് വിഷ്ണു പോകുന്നത്. അങ്ങനെ ആരും അറിയാതെ തൻ്റെ വണ്ടി ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ആ വീടിനുള്ളിലോട്ട് കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ഈ സമയമാണെങ്കിലോ ഇങ്ങനെ ആരും അറിയാതെ വണ്ടിയിൽ ഇങ്ങനെ വന്നിരിക്കുന്നതൊന്നും അറിയില്ല. അപ്പോൾ ഉമ്മറത്ത് ചെല്ലുമ്പോൾ തന്നെ അവിടെ വണ്ടിയൊക്കെ നിൽക്കുന്നത് വിഷ്ണു കാണുകയാണ്. പിന്നീട് വിഷ്ണു എന്ത് ചെയ്യും, വേഗം ആ ഒരു ജനലിൻ്റെ ഉള്ളിലൂടെ ഇവരെന്താ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ശാലിനി ആണെങ്കിലോ തകർന്ന് ഒരു മരവിച്ചതുപോലെ ഇങ്ങനെ ശാലിനി ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സമയം താനാണെങ്കിലോ കളക്ട്രേറ്റിൽ വെച്ച് കണ്ട ആ പയ്യനുണ്ടല്ലോ ദേവൻ, അവനെ അവിടെ വെച്ച് കാണുകയാണ്. അപ്പോൾ വിഷ്ണു ഒന്ന് ഞെട്ടിപ്പോവാണ്. ഈശ്വര, എൻ്റെ അമ്മ പറഞ്ഞതുപോലെ ഇവള് വിവാഹിതയാണോ എന്നുള്ള ആ ഒരു ഇതോടും കൂടി നിൽക്കുമ്പോൾ ഈ കലക്ടറായി നിൽക്കുന്ന തേജസ്വിനി ഉണ്ടല്ലോ, അതായത് ദേവന് കല്യാണം കഴിക്കാൻ പോകുന്ന തേജസ്വിനിയാണല്ലോ, അവളും കൂടെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ചെങ്കിൽ നീങ്ങി നിൽക്കുമ്പോഴാണ് ദേവൻ്റെ പിറകിൽ ഈ തേജസ്വിനി നിൽക്കുന്നത് കാണുക. അപ്പോൾ അത് കാണുന്നതിനോട് കൂടി ഒരു സമാധാനമൊക്കെ വിഷ്ണുവിന് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ദേവൻ പറയാണ്, ഞാൻ കാരണമല്ല ശാലിനി നിൻ്റെ ജീവിതം തകർന്നത്. നീ എനിക്ക് ഈ തേജസ്വിനിയെ ഭാര്യയാക്കി തന്നപ്പോൾ, ഇവള് കൊല്ലം കലക്ടറാണെന്ന് എനിക്ക് അറിയാലോ. അപ്പോൾ ഞാൻ ഫോണിൽ സംസാരിച്ച കലക്ടറുടെ ഭർത്താവാണെന്ന് ഞാൻ പറഞ്ഞത്, അതിപ്പോൾ വിഷ്ണുവിൽ ഇത്ര വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ മനസ്സിൽ കുറിച്ചിട്ട നിൻ്റെ വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞ് നീ നിൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പ്രാണനെ പോലെ കൊണ്ട് നടക്കുന്ന അയാളെ അല്ലേ നിനക്കിന്ന് നഷ്ടമായത്. ഇത് എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. അയാളിപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്ന അയാൾക്കും നിന്നെ അത്ര ഇഷ്ടമായിരുന്നല്ലോ വിഷ്ണുവിന്. പക്ഷേ ചില തെറ്റിദ്ധാരണകളാണ്. ഇതൊക്കെ ഇത്രത്തോളം നീട്ടിക്കൊണ്ട് പോയത് കൊണ്ടാണ്. ഒരു ബഫൂലിനെ പോലെ അവനെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കരുത് ഞാൻ നിന്നോട് പല തവണ പറഞ്ഞതാണ്. നിൻ്റെ പ്രശ്നം എന്നാണ് അവന് മുന്നിൽ അങ്ങ് പറയുകയാണെങ്കിൽ തീർച്ചയായും ഇതിനൊരു അവസാനം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഷാനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഷാനിക്ക് ആരോടൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. തൻ്റെ കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാനാവാത്ത ആ സത്യം കൺമുന്നിൽ കാണുമ്പോൾ ഷാനി എന്താ പറയേണ്ടതെന്ന് അറിയാതെ ആകെ മരവിച്ച് നിൽക്കണം കേട്ടോ. തൻ്റെ അടുത്ത് തെറ്റുപറ്റി, താൻ വലിയൊരു തെറ്റാണ് ചെയ്തതെന്ന കുറ്റബോധം ഷാനിക്കുള്ളിൽ വന്നു കേട്ടോ.
അങ്ങനെ ശാലിനി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു ആണെങ്കിൽ ഇവർ സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ തേജസ്വിനി പറയുന്നുണ്ട്, എനിക്ക് ഒരാൾ സ്നേഹമുണ്ടായിരുന്നു, എൻ്റെ ഇന്ദ്രൻ. ആ ഇന്ദ്രൻ എന്നെ ചതിച്ചപ്പോൾ, നീ എനിക്ക് ദേവനെ ഭർത്താവായി തന്നപ്പോൾ നിനക്കൊരു ഭർത്താവില്ലാതായി പോയില്ലേ? നിൻ്റെ ഭർത്താവ് അവിടെ എവിടെയെങ്കിലും ഉണ്ട് എന്നൊരു പ്രതീക്ഷ പോലും നിന്നിൽ നഷ്ടപ്പെട്ടില്ലേ? 6 കൊല്ലം നീ അവനെ പിരിഞ്ഞ് ജീവിക്കുകയാണ്. പക്ഷേ അതിലൊരു കാരണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. നീ അവനെ പിരിഞ്ഞ് ജീവിക്കുന്നതിന് എന്താ കാരണം എന്നൊക്കെ അറിയാം. സത്യാമ്മ കാരണമാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നറിയാം. അപ്പോൾ അത് കേൾക്കുന്ന വിഷ്ണു, ഇത് തന്നെയാണ് എനിക്കറിയേണ്ടത്, ഈ സത്യങ്ങളാണ് എനിക്കറിയേണ്ടത് എന്ന ഭാവത്തിൽ വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ദേവൻ പറയണേ, ഞാൻ ഇനി ഒന്നും നോക്കില്ല, വിഷ്ണു ബ്രോൻ്റെ അടുത്തോട്ട് ഞാൻ പോയിക്കോളാം, നിൻ്റെ വിഷ്ണുവേട്ടനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. അയാളൊരു നന്മയുള്ള മനുഷ്യനാണ്, അയാൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. തീർച്ചയായും അവരുടെ ഒരു ജീവിതം തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ, താലി കെട്ടിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിഷ്ണുവിനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ സ്വീകരിക്കും എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇത് കേൾക്കുന്നുണ്ട്. ശാലിനി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഷാലിനി പറയുന്നത്, വേണ്ട, വിഷ്ണുവേട്ടൻ്റെ അരികിലോട്ട് നിങ്ങൾ പോണ്ട, കാരണം ആരെന്ത് പറഞ്ഞാലും വിഷ്ണുവേട്ടൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴെന്ത് പറ്റി വിഷ്ണുവേട്ടൻ എന്ന് എനിക്കറിയില്ല. എൻ്റെ വിഷ്ണുവേട്ടൻ ഇങ്ങനെ കണ്ണുകൊണ്ട് കണ്ടു എന്നൊക്കെ കരുതി വിഷ്ണുവേട്ടൻ എന്നെ അവിശ്വസിക്കില്ല എന്നൊരു വിശ്വാസം എന്നിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ വിശ്വാസം എനിക്കുണ്ട്. ഇതിലെന്തോ ചതിയുണ്ട്, അതാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും താലി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഉടൻ തന്നെ നീ ഇങ്ങനെ എപ്പോഴും എന്തിനും മാറി പോകുന്ന സമയത്ത് നീ തടയും. നിൻ്റെ ഈ തടച്ചിൽ കൊണ്ട് ഇപ്പം നിനക്ക് എന്താ ഉണ്ടായത്? നിൻ്റെ ഭർത്താവിനെയാണ് നഷ്ടപ്പെട്ടത്. അത് നീ മനസ്സിലാക്കണം. സത്യങ്ങൾ വിഷ്ണു അറിയണം. വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് കേൾക്കുന്ന വിഷ്ണു ഞെട്ടിപ്പോവാണ് കേട്ടോ. വിഷ്ണുവിന് വേണ്ടിയിട്ടാണ് നീ 6 വർഷം ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോയത്. അതൊക്കെ അവനെ അറിയട്ടെ. ഇനി എങ്ങോട്ടാണ് നീ ഇതിങ്ങനെ മറച്ച് വെക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ദേവനും ഈ പറയുന്ന തേജസ്വിനി ഇങ്ങനെ ചൂടായും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാരദാമ്മ പറയണത്, ഇത് തന്നെയാണ് ഞാൻ അവളോടും പറയുന്നത്, ഇനി മറച്ചു വെക്കണ്ട, ഇനി എല്ലാ സത്യങ്ങളും തുറന്ന് പറ. ഇനിയും ഇവളിങ്ങനെ സത്യങ്ങൾ മറച്ചു വെക്കണത് എന്തിനാ? ഇന്നിപ്പോൾ സത്യമ്മയുടെ വീട്ടിലോട്ട് പോയപ്പോൾ സത്യമ്മ ആ ചോദ്യം ചോദിച്ചപ്പോൾ അപ്പോൾ തേജസ്വിനി പറയണേ, ശരിയാണ്, നിൻ്റെ കുഞ്ഞ് സത്യയെക്കുറിച്ച് നീ പറയണം. വിഷ്ണു ഇനി അറിയാതിരുന്നിട്ട് എന്താ? സത്യയെക്കുറിച്ച് അറിയണം. നിനക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടായിരിക്കും, പക്ഷെ വളർന്നു വരുന്ന ഒരു പെൺകുഞ്ഞാണ് അവൾക്ക് കൈപ്പിടിച്ച് കൊടുക്കാൻ അവളുടെ അച്ഛനെ വേണം. അതുകൊണ്ട് ഇനി ഈ അച്ഛൻ ആരാണെന്നുള്ള ആ ഒരു സത്യാമ്മ ചോദിച്ചപ്പോൾ എനിക്ക് പറയായിരുന്നില്ല. അപ്പോൾ വിഷ്ണു, ഇതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത്, ഇതാണ് എനിക്കറിയേണ്ടത്, നിങ്ങൾ പറയൂ എന്നിങ്ങനെ വിഷ്ണു മനസ്സുകൊണ്ട് ഇങ്ങനെ പറയാനായിട്ടാ. അപ്പോൾ ഈ സമയം നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്, അത് നീ മറക്കരുത്. നീ ഇനി വിഷ്ണുവിനോട് കാര്യങ്ങൾ തുറന്ന് പറയ്. നിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നൊക്കെ വിഷ്ണുവിനോട് തുറന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ അത് മനസ്സിലാവും. എങ്ങനെയാണ് നീ ഒരു പ്രതിസന്ധിയിൽ എത്തിയത് എന്നൊക്കെ തുറന്ന് പറഞ്ഞാൽ വിഷ്ണു അത് മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഞെട്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ വിഷ്ണു മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ്, ഇത് തെറ്റിദ്ധാരണ തന്നെയാണ് ഉണ്ടായത്. ദേവൻ ഇങ്ങനെ തേജസ്വിനിയും കലക്ടറല്ല, അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെയും അമ്മയുടെയും മുന്നിലുണ്ടായത്. ഞാൻ അമ്മയോട് പറഞ്ഞതാണ്, ഇനി എനിക്ക് സത്യം ആരാണെന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി, ബാക്കിയൊന്നും ശാലിനി നീ തെറ്റ് ചെയ്യില്ല. നീ നൊന്ത് പ്രസവിച്ച കുഞ്ഞാണെങ്കിൽ അവിടെ എന്താണ് നടന്നതെന്ന് എനിക്കറിയണം. എൻ്റെ സംശയം ശരിയാണെങ്കിൽ, അത് സത്യമാണെങ്കിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അതെന്താണെന്ന് നിൻ്റെ വായ കൊണ്ട് തന്നെ എനിക്ക് കേൾക്കണം, എന്നിട്ട് വേണം നിന്നെ എനിക്ക് നെഞ്ചോട് ചേർക്കാൻ എന്നിങ്ങനെ വിഷ്ണു പറയുന്നു കേട്ടോ. അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞ അന്ന് ആദ്യ രാത്രിയിൽ ഉണ്ടാവുന്നതാണ്. 2-3 എപ്പിസോഡും കൂടി ഇതിനിടയ്ക്ക് വരാനുണ്ട്. ഇനി വിഷ്ണുവിൻ്റെ അടുത്ത് പോക്ക്, മധുശ്രീയുടെ ചോദ്യം ചെയ്യൽ, സത്യങ്ങൾ അറിഞ്ഞ മധുശ്രീ ഇങ്ങനെ കാർത്തിയെ ഭീഷണിപ്പെടുത്തി നിർത്തൽ, അങ്ങനെയുള്ള സീനുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അതുപോലെ ക്ഷാമ കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരുങ്ങുന്ന സീന്, അതുപോലെ സഹിക്കാനാവാതെ വിഷ്ണു പിന്നെ ഈ ഒരു കാർത്തിയും ഇവരുമായുള്ള ബന്ധം എങ്ങനെയാണെന്ന് പറയുന്ന ആ ഒരു സീന്, അതൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു സീന് വരാനിരിക്കുന്നത്. ഇനി ഷാനിക്ക് ഒരു മരണത്തിലോട്ട് പോകുന്ന ഒരു അവസ്ഥയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സീനുകളൊക്കെ ഞാൻ പറയാവേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ, എങ്കിൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും